എത്യോപ്യൻ കലണ്ടർ പിന്തുടരുന്ന ഇവർക്ക് പുതുവർഷം ആരംഭിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. ഈ സമയത്താണ് കായൽ എന്നറിയപ്പെടുന്ന കുടവയർ മത്സരം നടക്കുന്നത്. മിക്ക ആഫ്രിക്കൻ സമൂഹങ്ങളിലും സ്ത്രീകൾ പ്രത്യുൽപാദന ക്ഷമതയിലേക്കുള്ള പരിവർത്തനത്തിന്റെ ഒരു ചടങ്ങായി തടിപ്പിക്കൽ നടത്തുന്നുണ്ടെങ്കിലും കായൽ ചടങ്ങ് പുരുഷന്മാർ മാത്രം പങ്കെടുക്കുന്ന ഒന്നാണ്. മത്സരത്തിന് മുമ്പ് ബോഡിയിൽ ഉൾപ്പെടുന്ന 14 വംശങ്ങൾ തങ്ങളെ പ്രതിനിധീകരിക്കാൻ ഒരു യുവാവിനെ തെരഞ്ഞെടുക്കുന്നു. അതോടെയാണ് 6 മാസം നീണ്ടു നിൽക്കുന്ന ചടങ്ങിന് തുടക്കമാകുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന യുവാവിനെ കാത്തിരിക്കുന്നത് കഠിനമായ പരീക്ഷണങ്ങളുടെ നീണ്ട 6 മാസമാണ്. പുറം ലോകത്തിൽ നിന്നുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് ഒരു കുടിൽ തന്റെ ലോകമാക്കി വേണം പിന്നെ അവൻ നീണ്ട 6 മാസക്കാലം ജീവിക്കാൻ. ഈ കാലയളവിൽ കന്നുകാലികളുടെ ചുടുരക്തവും പാലും ചേർത്ത പ്രത്യേക വിഭവമാണ് ഭക്ഷണമായി നൽകുന്നത്. കുന്തമോ കത്തിയോ ഉപയോഗിച്ച് പശുക്കളുടെ ഞരമ്പുകളിൽ മുറിവുണ്ടാക്കിയാണ് രക്തം ശേഖരിക്കുന്നത്. ശേഷം ഈ മുറിവ് കളിമണ്ണ് ഉപയോഗിച്ച് അടയ്ക്കുന്നു. ഇത് ശരീരം വേഗത്തിൽ തടിക്കാൻ കാരണമാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ കാലയളവിലൊന്നും ഒരു തരത്തിലുള്ള ശാരീരിക അധ്വാനത്തിനോ ലൈംഗിക ബന്ധത്തിലോ ഏർപ്പെടരുതെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. 6-ാം മാസത്തിന്റെ അവസാനം മത്സരാർത്ഥികൾ പുറത്തിറങ്ങും.